Hi dear students, welcome to Vector Academy where learning gets direction and magnitude. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3യും അതുപോലെ തന്നെ ചാപ്റ്റർ 4 SLC ബയോളജിയിൽ വരുന്ന ചാപ്റ്റർ 3ലെയും ചാപ്റ്റർ 4ലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മൾ മലയാളം മെത്തിലും അതുപോലെ ഇംഗ്ലീഷിലും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കിയേ? അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ദി കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്ത് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ കൺജക്റ്റൈവ ഈസ് എ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ഐസ് വിച്ച് ഇൻക്ലൂഡ്സ് ദ കോർണിയ ആൻഡ് ഐലിഡ്സ്. എന്താണ്? കോർണിയ ഉൾപ്പെടെയുള്ള കൺപോളകൾ അടങ്ങിയ കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമാണ് നേത്രാവരണം എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്കുക. ദെൻ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇഫ് ദർ ഈസ് എൻ ഇൻഫെക്ഷൻ. അതായത് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരീര താപനില എന്ത് ചെയ്യും? ഉയരും എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെൻസേഷൻ ലൈക്ക് ടച്ച്, പെയിൻ, ഹീറ്റ് ആൻഡ് പ്രഷർ ആർ സ്പെഷ്യൽ സെൻസേഷൻ. അതായത് സ്പർശം, ചൂട്, തണുപ്പ്, അതുപോലെ തന്നെ മർദ്ദം തുടങ്ങിയവയൊക്കെ എന്താണെന്ന് പറയുന്നത്? പ്രത്യേക സംവേദനങ്ങളാണെന്ന് പറയുന്നത്. എന്താണ്? പ്രത്യേക സംവേദനങ്ങളാണെന്നാണ് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ സ്റ്റിമുലൈ ആർ ദ സിറ്റുവേഷൻ ദാറ്റ് കോസസ് റെസ്പോൺസസ് ഇൻ ലിവിങ് ബീങ്സ്. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, ഏതൊക്കെയാണ് ശരിയായ ഭാഗം എന്നാണ് ചോദ്യം. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, കൺജക്റ്റൈവ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നേത്രാവരണമാണ്. പക്ഷേ കോർണിയനെ ഉണ്ടോ? കോർണിയ ഒഴികെയുള്ളയാണ് അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് മിസ്റ്റേക്ക്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് വേണം? ഇവിടെ കോർണിയ ഒഴികെയുള്ളതെന്ന് വേണം. അതായത് എക്സെപ്റ്റ് കോർണിയാണ്, കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ കൺജക്റ്റീവ അല്ലെങ്കിൽ നേത്രാവരണം എന്ന് പറയുന്നത്. ഇനി ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇഫ് ദർ ഈസ് എൻ ഇൻഫെക്ഷൻ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, മുള്ളു കൊള്ളുവോ അല്ലെങ്കിൽ അങ്ങനെ മുറിവുണ്ടാവുകയൊക്കെ ചെയ്യുന്ന നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ശരീരം പനിക്കുന്നു നമ്മൾ പറയും. അതായത് എന്ത് ചെയ്യും? ശരീര താപനില ഉയരും. അപ്പോൾ എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ ഉയരും എന്ന് പറയുന്നത് എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെയോ സെൻസേഷൻ ലൈക്ക് ടച്ച്, പെയിൻ, ഹീറ്റ് ആൻഡ് പ്രഷർ ആർ സ്പെഷ്യൽ സെൻസേഷൻ. എന്താ ഈ സ്പെഷ്യൽ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് ഒരു സെൻസേഷൻ, ഒരു പ്രത്യേക സംവേദനമാണ് എന്ന് പറയണമെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേക അവയവത്തിൻ്റെ ആവശ്യമുണ്ട്. ഉദാഹരണം, കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ സ്കിൻ ഉപയോഗിച്ച്, നമ്മുടെ നാക്ക് ഉപയോഗിച്ച്, നമ്മുടെ മൂക്ക് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കത് കാണണമെങ്കിൽ എന്ത് തന്നെ വേണം? കണ്ണ് തന്നെ വേണം. അതായത് ഒരു പ്രത്യേക അവയവങ്ങൾ ഉപയോഗിച്ച് മാത്രം കാണുന്നവയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നതിനെയാണ് സ്പെഷ്യൽ സെൻസേഷൻ അല്ലെങ്കിൽ എന്ത് വിളിക്കും? പ്രത്യേക സംവേദനങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതാണോ ഇത്? അല്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ എവിടെയായാലും നമുക്ക് എന്തുണ്ട്? പെയിൻ അറിയാൻ പറ്റും, ഹീറ്റ് അറിയാൻ വേണ്ടി പറ്റും, പ്രഷർ, മർദ്ദം അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്നും എന്തല്ല? സ്പെഷ്യൽ സെൻസേഷൻ അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ലാസ്റ്റത്തെയോ സ്റ്റിമുലൈ ആർ ദ സിറ്റുവേഷൻ ദാറ്റ് കോസസ് റെസ്പോൺസസ് ഇൻ എ ലിവിങ് ബീങ്സ്. അതായത് ജീവികളിൽ പ്രതികരണം ഉണ്ടാക്കുന്ന എന്താണ് സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. കാരണം എന്താ? ഒരു ഉദ്ദീപനങ്ങൾക്കനുസരിച്ച്, ഇപ്പോൾ ചൂട് എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം അനുസരിച്ച് നമ്മൾ കയ്യിൽ ചൂട് തട്ടുമ്പോൾ കൈ പിൻവലിക്കുന്നു. അവിടെ ചൂട് എന്ന് പറയുന്ന ഉദ്ദീപനം എന്തിനു സഹായിച്ചു നമ്മളെ? ചൂട് എന്ന് പറയുന്ന കൈ പിൻവലിക്കുക എന്ന പ്രതികരണത്തിലേക്ക് നയിച്ചു. എന്ന് വെച്ചാൽ ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് ആണ് നമ്മളിൽ എന്ത് കാരണമാകുന്നത്? റെസ്പോൺസിന് ഇടയാക്കുന്നത്. അപ്പം ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഏതാ ആൻസർ? സി ആണ് വരിക. സെക്കൻഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അതായത് രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇല്ലുസ്ട്രേഷൻ ആണ്. മലയാളത്തിൽ ഇത് തന്നെ ആയിരിക്കും വരിക. നോക്കുക, അവിടെ കോർണിയ തന്നിട്ടുണ്ട്, അടുത്ത ഭാഗം ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തത് പ്യൂപ്പിളാണ്. ദെൻ അടുത്ത ഭാഗം ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ദെൻ വിട്രിയസ് അറ റെറ്റിന. അതായത് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണ്ണിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പാത ചിത്രീകരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. കോർണിയയിൽ നിന്നും തൊട്ടടുത്തേക്ക് പോകുന്ന ഏതാണ്? നമുക്കറിയാം ഏത് ദ്രവത്തിലാണ്? അക്വസ് അറയിലേക്കാണ് അല്ലേ? അല്ലെങ്കിൽ അക്വസ് അറയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ദ്രവത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശം ഓക്കെ, അക്വസ് അറയിലൂടെ പോയി ദെൻ എന്ത് ചെയ്യുന്നു? പ്യൂപ്പിളിലൂടെ പാസ് ചെയ്യുന്നു. അടുത്ത ഏതിലൂടെയാണ് പോകുന്നത്? പ്യൂപ്പിളിലൂടെ പോകുന്നു. പ്യൂപ്പിളിൽ നിന്നും പിന്നെ ഏതിലൂടെയാണ് പ്രകാശം പോകുന്നത്? നെക്സ്റ്റ് പ്രകാശത്തിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഏതിലൂടെയാണ്? ലെൻസിലൂടെയാണ്. അടുത്ത് വരുന്ന ഏതിലൂടെയാണ്? ലെൻസാണ്. അടുത്ത് വരുന്ന എന്താണ്? ലെൻസ്. ദെൻ വിട്രിയസ് ഫ്ലൂയിഡ്, ദെൻ റെറ്റിന. ഇതാണ് പ്രകാശത്തിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കോർണിയ, അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ദ്രവം, അക്വസ് ഫ്ലൂയിഡ്, ദെൻ സ്പെഷ്യൽ പ്യൂപ്പിള്, ദെൻ എന്താണ്? ലെൻസ്, ദെൻ വിട്രിയസ് ഫ്ലൂയിഡ്, റെറ്റിന. ഇതാണ് എന്ത്?
അതിൻ്റെ പാത്ത് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് മാർക്ക് എക്സ് വൈ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് എക്സും വൈയും മാർക്ക് ചെയ്യുക. എക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ എങ്ങോട്ട് പോകുന്നു? മെസ്സേജസ് ഫോംഡ് ഇൻ ദി ഫോട്ടോ റിസപ്ഷൻ സെൽസ്. ദൃഷ്ടിപടലത്തിൽ നിന്നും പ്രകാശഗ്രാഹി കോശങ്ങളിൽ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്ന സന്ദേശങ്ങൾ. ഇവിടെ എന്തോ നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. ദെൻ ഗാംഗ്ലിയോൺ കോശപാളിയിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ. മെസ്സേജസ് ഫോംഡ് ഇൻ ദി ഗാംഗ്ലിയോൺ സെൽ ലെയർ ആണ്. ദെൻ എന്താണ്? വൈ ആണ്. ദെൻ മസ്തിഷ്കം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എക്സും വൈയും ഏതാണെന്നാണ്. ഇവിടെ നോക്കിയേ, റെറ്റിനയിൽ നിന്നും ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? മെസ്സേജസ് ഫോംഡ് ഇൻ ദി ഫോട്ടോ റിസപ്ഷൻ സെല്ലാണ്. ഫോട്ടോ റിസപ്ഷൻ സെല്ലിൽ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ കിട്ടുന്നു. അതിനുശേഷം അവിടെ എന്ത് ചെയ്യുന്നു? ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്കാണ്. ഏതിലൂടെയാണ് പോകുന്നത്? ഗാംഗ്ലിയോൺ കോശങ്ങളാണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? ഗാംഗ്ലിയോൺ ആണ്. ഗാംഗ്ലിയോൺ കോശപാളിയാണ്. ഗാംഗ്ലിയോൺ കോശപാളി. ഗാംഗ്ലിയോൺ കോശപാളിയാണ് വരിക. ദെൻ മെസ്സേജസ് ഫോംഡ് ഇൻ ദി ഗാംഗ്ലിയോൺ. ഇവിടെ തന്നെ ക്ലൂ ഉണ്ട്. ഗാംഗ്ലിയോൺ സെൽ ലെയറിൽ എന്ത് ചെയ്യുന്നു? ആ മെസ്സേജ് ഫോം ചെയ്യുന്നു. അത് ഏത് വഴി? നേത്രനാടി വഴി. നേത്രനാടി വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നു. നേത്രനാടി വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ എന്ത് ചെയ്യുന്നു? തലച്ചോറിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത്. അപ്പോൾ അവിടെ വിട്ടുപോയിട്ടുള്ളത് ഒന്ന് ഗാംഗ്ലിയോൺ കോശപാളിയും അതുപോലെ തന്നെ നേത്രനാടിയുമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ബൈപോളാർ സെൽ. തന്നിരിക്കുന്നതിൽ ബൈപോളാർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഓൺ ബൈപോളാർ കോശങ്ങളും അതുപോലെ തന്നെ എന്താണ്? ഓഫ് ബൈപോളാർ കോശങ്ങളുമാണ്. നമ്മുടെ പ്രകാശഗ്രാഹികളിൽ നിന്നും മസ്തിഷ്കത്തിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഈ രൂപപ്പെടുന്ന ഇമേജസ് ഫോം ചെയ്യുന്ന ഇരുട്ടും വെളിച്ചമൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് തരം കോശങ്ങളാണ് ഇത്. ഓൺ ബൈപോളാർ കോശവും ഓഫ് ബൈപോളാർ കോശവും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതിൽ. ഓൺ ബൈപോളാർ കോശവും ഓഫ് ബൈപോളാർ കോശവും ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന് രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഏതാണ്? നമ്മുടെ റേഡിയൽ പേശികൾ രണ്ടിതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. റേഡിയൽ പേശികൾ അതുപോലെ തന്നെ എന്താണ്? സർക്കുലാർ നെർവ്സും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഓഫ് ദ മസിൽസ് റിലേറ്റഡ് ടു ദ റെഗുലേഷൻ ഓഫ് ദ പ്യൂപ്പിൾ സൈസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമ്മുടെ കണ്ണിലേക്ക് മങ്ങിയ പ്രകാശം വന്ന് പതിക്കുമ്പോഴും തീവ്ര പ്രകാശം വന്ന് പതിക്കുമ്പോഴും അതിനനുസരിച്ച് നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യും? സങ്കോചിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യും. കൺട്രാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം എന്താ? ഇവിടെ തന്നിരിക്കുന്നതിലും എയും ബിയും എന്ത് മസിൽസ് എന്നാണെന്ന് ചോദ്യം. അതായത് ഈ തന്നിരിക്കുന്നതിൽ എയും ബിയും ഏത് മസിൽസാണ്? ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ആ മസിലിൻ്റെ ഷേപ്പ് എന്താ? ഇങ്ങനെയാണ്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് അല്ലേ? ഇങ്ങനെ കാണപ്പെടുന്ന മസിൽസാണ്. ഇങ്ങനെ കാണപ്പെടുന്ന മസിലിനെ നമ്മൾ എന്ത് വിളിക്കും? സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികൾ എന്ന് മലയാളത്തിൽ പറയും. സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികളാണ്. ഇവിടെ കേസിൽ എങ്ങനെയാണ്? അവർ എന്താണ്? ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? കാണപ്പെടുന്ന തരം മസിലുകളാണ്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റേഡിയൽ മസിൽസ്. മലയാളത്തിലും ഇംഗ്ലീഷിലും സെയിം ആണ്. റേഡിയൽ മസിൽസ് അഥവാ റേഡിയൽ പേശികളാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? സർക്കുലാർ മസിൽസ് ആണ് അല്ലെങ്കിൽ വലയ പേശികളാണ്. ഈ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ എന്താണ്? ബി എന്ന് പറയുന്നത് എന്താ? റേഡിയൽ പേശികൾ അല്ലെങ്കിൽ എന്താണ്? റേഡിയൽ മസിൽസ് ആണ്. നെക്സ്റ്റ് എന്താ? ഹൗ ഡു ദീസ് മസിൽസ് ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. നമ്മുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യുന്നു? തീവ്ര പ്രകാശം വരുന്നു വിചാരിക്കുക. അത് നമ്മുടെ കണ്ണിന് മോശമാണ്. നമുക്ക് അത്രയും പ്രകാശം ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്? നമ്മുടെ പ്യൂപ്പിളിൻ്റെ വലിപ്പം കുറയണം. അപ്പോൾ കുറയാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവരെല്ലാം കൂടി ഇത് അടുത്തടുത്തേക്ക് അങ്ങ് വരും. അതായത് എന്ത് ചെയ്യും? ഈ പറയുന്ന അതായത് ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ പ്രകാശത്തിൻ്റെ തീവ്രത കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഏത് പേശികൾ സങ്കോചിക്കും അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യും? സർക്കുലാർ പേശിയാണ്. സർക്കുലാർ പേശി സങ്കോചിക്കും അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയും സർക്കുലാർ മസിൽ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും എന്ന് പറയാം. ഇനി ഡിം ലൈറ്റാണ് കണ്ണിൽ പതിക്കുന്നതെങ്കിലോ അതിൽ നിന്ന് വരുന്ന മാക്സിമം ലൈറ്റിനെ നമ്മുടെ കണ്ണിലേക്ക് പതിച്ചെങ്കിലേ നമുക്ക് ആ ഇമേജിനെ ഒന്ന് കാണാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റേഡിയൽ പേശികൾ ഇത് ഇങ്ങോട്ടേക്ക് വലിഞ്ഞു നിൽക്കും. അതായത് എന്ത് ചെയ്യും? റേഡിയൽ പേശികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സങ്കോചിക്കുന്നത്. റേഡിയൽ പേശികൾ സങ്കോചിക്കും അല്ലെങ്കിൽ റേഡിയൽ പേശികൾ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? അതായത് രണ്ട് തരം പേശികളാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഒന്ന് സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ എന്താണ്? വലയ പേശികളും. രണ്ടാമത്തത് റേഡിയൽ മസിൽസ് അല്ലെങ്കിൽ റേഡിയൽ പേശികളുമാണ്. തീവ്രപ്രകാശം പതിക്കുന്ന സമയത്ത് വലയ പേശികൾ അഥവാ സർക്കുലാർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു. മങ്ങിയ പ്രകാശം അഥവാ ഡിം ലൈറ്റ് വീഴുന്ന സമയത്ത് റേഡിയൽ എന്താണ് എന്ത് ചെയ്യുന്നത്? കൺട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്താണ്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഇവിടെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്?
സെൻറ്ററിൽ കൊറോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയും ബിയും നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സിയും ഡിയും ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഏതിനെ പറ്റിയാണ് നോക്കിയാൽ തന്നെ അറിയാം. കണ്ണിൻ്റെ പ്രധാനപ്പെട്ട 3 പാളികളുണ്ടല്ലോ, ആ 3 ലെയേഴ്സിനെ പറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സിയും ഡിയും, എന്താണ് അതിൻ്റെ ധർമ്മമായിരിക്കും നമുക്ക് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും ഏതാണ് പാളികൾ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ണിൽ പ്രധാനമായിട്ടും എന്താണ് 3 പാളികളാണുള്ളത്. കണ്ണിൽ പ്രധാനമായിട്ടും 3 ലെയേഴ്സ് ആയിട്ടാണ്. അതായത് ഏറ്റവും പുറമേയുള്ള ലെയർ എന്ത് ചെയ്യുന്നു, ഇത് ഒന്നാമത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ, ഇതിങ്ങനെ മൂന്നാമത്തെ ലെയർ. അങ്ങനെ മൊത്തം പ്രധാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 3 ലെയറാണുള്ളത്. ഈ ഏറ്റവും പുറമേയുള്ള ലെയറിനെ നമ്മൾ എന്താ വിളിക്കുക, സ്ക്ലീറ അല്ലെങ്കിൽ എന്ത് വിളിക്കും, ദൃഢപടലം എന്ന് വിളിക്കും. എന്താണ്, ദൃഢപടലം എന്ന് വിളിക്കും. സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. രണ്ടാമത്തെ ലെയർ എന്താണ്, രണ്ടാമത്തെ ലെയർ കൊറോയിഡ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം, രക്തപടലം എന്ന് വിളിക്കാം. എന്താണ്, രക്തപടലം എന്ന് വിളിക്കാം. മൂന്നാമത്തെ എന്താണ്, റെറ്റിന അല്ലെങ്കിൽ മലയാളത്തിൽ ദൃഷ്ടിപടലം എന്ന് വിളിക്കും. ഇത് 3 നമ്മുടെ കണ്ണിൻ്റെ പാളികൾ. ഏതൊക്കെയാ, ഏറ്റവും പുറമേ ഉള്ളത് ഏതാ, സ്ക്ലീറ അഥവാ ദൃഢപടലം, രണ്ടാമത് വരുന്നത് കൊറോയിഡ് അഥവാ രക്തപടലം, ഏറ്റവും ഉള്ളിലായിട്ട് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. ഇനി ഓരോന്നിൻ്റെ ധർമ്മം നോക്കിയാലോ. സ്ക്ലീറയുടെ ധർമ്മം എന്താ, നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആകൃതി, അതായത് അതിൻ്റെ ദൃഢതയാണ്. അതായത് അതിൻ്റെ ഫേംനെസ് എന്ന് പറയും. ഫേംനെസ് അഥവാ ദൃഢത. കണ്ണിന് ദൃഢത നൽകുന്നത് ഏറ്റവും പുറമേയുള്ള പാളിയായിട്ടുള്ള സ്ക്ലീറയാണ്. സ്ക്ലീറ അഥവാ ദൃഢപടലമാണ് എന്ത് ചെയ്യുന്നത്, കണ്ണിന് ഫേംനെസ് അഥവാ ദൃഢത നൽകുന്നത്. തൊട്ടുള്ളിലുള്ള രക്തപടലത്തിൻ്റെ ധർമ്മം എന്താ, നമ്മുടെ കണ്ണ് നമുക്ക് കാഴ്ചയ്ക്ക് സാധ്യമാകുന്ന, അതായത് ഇമേജ് ഫോം ചെയ്യുന്ന ഏതാണ്, നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ലെയറായ റെറ്റിനയിലാണ്. അപ്പോൾ ഈ റെറ്റിന പ്രവർത്തിക്കണമെങ്കിൽ അതിന് എന്ത് വേണം, കൃത്യമായ അളവിൽ എന്ത് വേണം, ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസും ഒക്കെയാണ്. അപ്പോൾ ആ ഓക്സിജനും അതുപോലെ തന്നെ എന്താണ്, ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങളും ആർക്ക് എത്തിക്കണം, റെറ്റിനയ്ക്ക്. അതായത് എന്ത് ചെയ്യണം, റെറ്റിനയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, രക്തപടലത്തിനുള്ളത്. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കണ്ണിൽ പ്രധാനമായിട്ടും 3 ലെയേഴ്സ് ആണുള്ളത്, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം അഥവാ സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറയുടെ ഡ്യൂട്ടി എന്താ, അതിന് ദൃഢത നൽകുക അഥവാ ഫേംനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. രക്തപടലത്തിൻ്റെ ധർമ്മം എന്താ, ഓക്സിജനും പോഷണങ്ങളും എത്തിക്കുക അഥവാ ഓക്സിജനും ന്യൂട്രിയൻസിനും ആർക്ക് പ്രൊവൈഡ് ചെയ്യുക, റെറ്റിനയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി റെറ്റിനയുടെ ഡ്യൂട്ടി എന്താ, റെറ്റിനയിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ കണ്ണിൻ്റെ 3 ലെയേഴ്സും അതിൻ്റെ ധർമ്മവും എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ നോക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താ, നമ്മുടെ സ്മെല്ല് അല്ലെങ്കിൽ എന്താണ്, ഓൾഫാക്ഷൻ എന്ന് പറയുന്ന ഗന്ധം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പാത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു, അതെങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗന്ധം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് എന്താ നോക്കിക്കേ, ഇവിടെ മ്യൂക്കസ് മെംബ്രെയിൻ അഥവാ എന്തുണ്ട്, ശ്ലേഷ്മ സ്ഥലമുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഗന്ധകണിക, അതായത് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സാമ്പ്രാണി കത്തിച്ചു, സാമ്പ്രാണിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഗന്ധകണികകൾ നമ്മുടെ മൂക്കിലുള്ളതാണ് ഏത്, ഈ പറയുന്ന ശ്ലേഷ്മ സ്ഥലം അഥവാ എന്താണ്, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന ഗന്ധകണിക എവിടെ ലയിക്കും, ഈ ശ്ലേഷ്മ സ്ഥലം ഉൽപ്പാദിപ്പിക്കുന്ന ഏതിൽ, ശ്ലേഷ്മത്തിൽ എന്ത് ചെയ്യും, ലയിക്കും. അതായത് ഫസ്റ്റ് അതാണ് നടക്കുന്നത്. ഡിസോൾസ് ഇൻ എന്താണ്, ന്യൂക്ലിയസ് ആണ്. ഇവിടുത്തെ എന്തിലും ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് അഥവാ ശ്ലേഷ്മ സ്ഥലത്തിൽ ശ്ലേഷ്മം എന്ത് ചെയ്യുന്നു, ലയിച്ചു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഓൾഫാക്ടറി റിസപ്റ്റർ അഥവാ ഗന്ധഗ്രാഹിയാണ്. ഈ പറയുന്ന ഗന്ധകണിക ശ്ലേഷ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന ഗന്ധഗ്രാഹി എന്ത് ചെയ്യപ്പെടും, ഉദ്ദീപിപ്പിക്കപ്പെടും. ഈ ഗന്ധഗ്രാഹി എന്ത് ചെയ്യും, ഉദ്ദീപിപ്പിക്കപ്പെടും. അഥവാ ഇതിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ജനറേറ്റ് എ സ്റ്റിമുലസ് അഥവാ എന്ത് ചെയ്യും, ഒരു സ്റ്റിമുലസ് എന്ത് ചെയ്യും, അതിൻ്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഗന്ധഗ്രാഹി ഉദ്ദീപിപ്പിക്കപ്പെട്ടാൽ ഈ പറയുന്ന ഗന്ധനാഡി വഴി അല്ലെങ്കിൽ ഓൾഫാക്ടറി നെർവ് വഴി എന്ത് ചെയ്യും, ആവേഗങ്ങൾ രൂപപ്പെടുകയും അതെന്ത് ചെയ്യും, ട്രാവൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആവേഗങ്ങൾ രൂപപ്പെടും. എന്ത് ചെയ്യും, ആവേഗങ്ങൾ രൂപപ്പെട്ട് എന്ത് ചെയ്യും, ഇത് ഈ ഗന്ധനാഡി വഴി സഞ്ചരിക്കും. അതായത് എന്ത് രൂപപ്പെടുന്നു പറയാം, ജനറേറ്റ് ഇമ്പൾസ് ആൻഡ് ട്രാവൽസ് ത്രൂ എന്താണ്, ഓൾഫാക്ടറി നെർവ്.
ആവേഗങ്ങൾ രൂപപ്പെട്ടത് എന്ത് ചെയ്യും? ഓൾഫാക്ടറി നെർവ് വഴി ട്രാവൽ ചെയ്ത് ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? സെൻസ് ഓഫ് സ്മെല്ല്, ഗന്ധം എന്ന് പറയുന്ന അനുഭവം, സെൻസ് ഓഫ് സ്മെല്ല് ഉണ്ടാവും, അഥവാ ഗന്ധം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവും. ഇതിൻ്റെ അറിയണം. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ട് കുറേ പേര് എന്ത് ചെയ്യും? ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. അതായത് ഇതിങ്ങനെ തന്നു കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതണം എന്നറിയാതെ വെറുതെ എന്തെല്ലോ എഴുതി വെച്ചവരുണ്ടാകാം. അപ്പോൾ എന്താ എഴുതേണ്ടത്? ശരിക്കും അവിടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗന്ധകണിക നമ്മുടെ എന്ത് ചെയ്യുന്നു? ശ്ലേഷ്മസ്തരം അഥവാ മ്യൂക്കസ് മെംബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസിൽ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുന്നു. ഡിസോൾവ് ഇൻ മ്യൂക്കസ് ആണ്. മ്യൂക്കസിൽ എന്ത് ചെയ്യുന്നു? ലയിക്കും, അഥവാ ശ്ലേഷ്മത്തിൽ ലയിക്കും. അതിൻ്റെ ഫലമായിട്ട് ഓൾഫാക്ടറി റിസപ്റ്റർ അഥവാ ഗന്ധഗ്രാഹികൾ എന്ത് ചെയ്യപ്പെടും? ഉദ്ദീപിപ്പിക്കപ്പെടും, അഥവാ ദേ വിൽ ബി സ്റ്റിമുലേറ്റഡ്, അവർ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് ഓൾഫാക്ടറി നെർവിൽ എന്ത് ചെയ്യും? ഇമ്പൾസ് രൂപപ്പെട്ടത് ഇതിലൂടെ ട്രാവൽ ചെയ്യും, അതായത് ആവേഗങ്ങൾ രൂപപ്പെട്ടത് സഞ്ചരിക്കുന്നു. ബ്രെയിനിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സെൻസ് ഓഫ് സ്മെൽ അഥവാ ഗന്ധം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു വസ്തുവിൻ്റെ സ്മെല്ല് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അതിന് സഹായിക്കുന്ന ആൾക്കാരാണ് ശ്ലേഷ്മസ്തരം അഥവാ മ്യൂക്കസ് മെംബ്രെയിൻ, ഗന്ധഗ്രാഹി, ഗന്ധനാഡി, മസ്തിഷ്കം, ഓൾഫാക്ടറി റിസപ്റ്റർ, ഓൾഫാക്ടറി നെർവ്, ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളവിടെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് അവിടെ ചിത്രം തന്നിട്ടുണ്ട്. സെയിം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നമ്മൾ മൊത്തം കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഫസ്റ്റ് നോക്കിയാൽ ഐഡൻറ്റിഫൈ ദ ഫിഗർ എന്ന് പറയുന്നതാണ്. ചിത്രീകരണം എന്തിൻ്റെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. നെക്സ്റ്റ് ഇത് ഏത് അവയവത്തിൽ, ഏത് ഓർഗനിലാണ് ഈ പറയുന്ന നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം കാണപ്പെടുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താ? എക്സും വൈയും എന്താണ്? ഈ ചിത്രം കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഇത് ഏതിൻ്റെയാണ്? ടേസ്റ്റ് ബഡുമായി ബന്ധപ്പെട്ട ചിത്രമല്ലേ? ടേസ്റ്റ് ബഡ് അതുപോലെ കീമോ റിസപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതാം? ഇത് ടേസ്റ്റ് ബഡിൻ്റെ ചിത്രമാണ്. ഇത് ടേസ്റ്റ് ബഡ് അഥവാ എന്താണ്? രുചിമുകുളം. ടേസ്റ്റ് ബഡ് അഥവാ രുചിമുകുളത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. രുചിമുകുളത്തിൻ്റെ ചിത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ? ഇത് ഏത് അവയവത്തിൽ ടേസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, ടേസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ സെൻസേഷൻ അഥവാ പ്രത്യേക സംവേദനം ഉണ്ടാവുന്ന എവിടെയാണ്? നാവാണല്ലേ? നാവ്, ടങ്കാണ്. ടങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ടേസ്റ്റ് ബഡ്സ് ഉണ്ടാവുക അഥവാ രുചിമുകുളം ഉണ്ടാവുക. ഇനി എക്സും വൈയും എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഈ കൊടുത്തിരിക്കുന്ന എക്സ് പല കളറിൽ കൊടുത്തിരിക്കുന്ന ഇവരെന്താണ്? കീമോ റിസപ്റ്ററുകളാണ്. എന്താണ്? കീമോ റിസപ്റ്ററുകളാണ്. കീമോ റിസപ്റ്ററുകൾ, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം? രാസഗ്രാഹികൾ എന്ന് പറയാം. ഈ കൊടുത്തിരിക്കുന്നവ എന്താണ്? കീമോ റിസപ്റ്റർ അഥവാ രാസഗ്രാഹികളാണ്. ഈ രാസഗ്രാഹികളാണ് ഇത് മൈക്രോവില്ലസ് ഉള്ളതും ഉമിനീരുള്ളിലേക്ക് കടന്ന് രുചി അറിയാൻ സഹായിക്കുന്നതൊക്കെ ഈ രാസഗ്രാഹികളാണ് അഥവാ കീമോ റിസപ്റ്ററാണ്. അവയിലാണ് ഇമ്പൾസ് രൂപപ്പെടുന്നതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ വായിച്ചു നോക്കണേ. കീമോ റിസപ്റ്ററുകളും എന്താണ്, അതിൽ ഉദ്ദീപനങ്ങൾ എങ്ങനെ അഥവാ ഇമ്പൾസുകൾ എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കീമോ റിസപ്റ്ററാണ്. ഈ വൈ എന്ന് പറയുന്ന ഭാഗം അതാണ്. വൈ കിട്ടുന്നുണ്ടോ? വൈ എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ന്യൂറോൺ ആണ്. വൈ എന്ന് പറയുന്ന ഭാഗം ഏതിൻ്റെയാണ്? ന്യൂറോണിൻ്റെ ചിത്രമാണ്. ന്യൂറോൺ ആണ്. വൈ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഏതാണ്? ന്യൂറോൺ ആണ്. ന്യൂറോൺ. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ ഏതാണ് ചിത്രം ചോദിച്ചാൽ ഇത് ടേസ്റ്റ് ബഡിൻ്റെ ചിത്രമാണ്. നാവിലാണ് ഈ പറയുന്ന ടേസ്റ്റ് ബഡുകൾ കാണപ്പെടുക. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന എന്തിനെയാണ്? കീമോ റിസപ്റ്റർ അഥവാ രാസഗ്രാഹികളെയാണ്. പിന്നെന്താണ്? വൈ എന്ന് കൊടുത്തിരിക്കുന്നത് ന്യൂറോൺ ആണ്. അപ്പോൾ ഈ രാസഗ്രാഹികളാണ് എന്ത് ചെയ്യുന്നത്? മൈക്രോവില്ലസ് പാപ്പില്ലകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സൂക്ഷ്മ സുഷിരത്തിൽ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റിസപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ, രുചി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് എന്ന്, അതൊരു സ്പെഷ്യൽ സെൻസേഷൻ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ആ ചിത്രവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും എന്ത് ചെയ്യുക? ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നോക്കി വെക്കുക. അടുത്തത് എന്താണ്? ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ഏതാണ്? ഫോട്ടോ റിസപ്റ്റർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എക്സും വൈയും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവയിലെ ഘടകങ്ങളെ തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് ഏതുമായി ബന്ധപ്പെട്ട ചിത്രമാണ്? ഇവിടെ നോക്കിയാൽ കാണാം ഏകദേശം ഒരു കോൺ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ? ഇതേതാണ്? കോൺ ഷേപ്പ് പോലെയാണുള്ളത്. അപ്പോൾ ഈ രണ്ട് കോശങ്ങൾ എവിടെയാണ്? നമ്മുടെ കണ്ണിലെ റെറ്റിനയുമായി ബന്ധപ്പെട്ട കോശങ്ങളാണ്. ഏതൊക്കെയാണ് കോശങ്ങൾ? ഒന്ന് റോഡ് കോശമാണ്. ഒന്ന് റോഡ് കോശവും രണ്ടാമത്തെ ഏതാണ്? കോൺ കോശവുമാണ്. റോഡ് കോശവും അതുപോലെ കോൺ കോശത്തിൻ്റെയും റോഡ് സെൽസിൻ്റെയും അതുപോലെ കോൺ സെല്ലിൻ്റെയും ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാകണം ഇത് കോൺ ഷേപ്പിലാണുള്ളത്. മാറിപ്പോകരുത്. കോൺ ആകൃതിയിൽ തന്നെയാണുള്ളത്. നമ്മൾ കോൺ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് കോൺ സെൽസ് അഥവാ നെക്സ്റ്റ് റോഡ് സെൽസ്. ഇവരെന്തിനാ സഹായിക്കുന്നത്? റോഡ് കോശങ്ങൾ അല്ലെങ്കിൽ റോഡ് സെൽസ് എന്തിനാ സഹായിക്കുന്നത്? മങ്ങിയ പ്രകാശത്തിലുള്ള നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്നതിന്. നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ മുറിയിലിരുന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, പെട്ടെന്ന് ലൈറ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് നിമിഷത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിലും
പിന്നെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് മെല്ലെ മെല്ലെ ഒരു വേഗമായിട്ടുള്ള വളരെ എന്താണ് ഒരു ക്ലിയർ അല്ല എങ്കിലും ഇന്ന സാധനം ഇവിടെ ഉണ്ടെന്ന രീതിയിലൊക്കെ ചെറിയ നമുക്ക് കാഴ്ച സാധ്യമാവും. അതായത് അങ്ങനെ പ്രകാശം ഇല്ലാത്ത സമയത്ത് നമ്മുടെ കണ്ണിൽ മങ്ങിയ പ്രകാശമുള്ള സമയത്ത് നമ്മുടെ കാഴ്ച സാധ്യമാക്കാൻ എന്ത് ചെയ്യുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, എണ്ണത്തിൽ കൂടുതൽ, ഏകദേശം 9 കോടിയോളം എന്തുണ്ട് റോഡ് കോശങ്ങളുണ്ട്. കോൺ കോശങ്ങൾ ഏകദേശം 45 ലക്ഷമാണ് ഉണ്ടാവുക. ഇനി ഇവയിലെ ഘടകങ്ങളാണ് റോഡ് കോശങ്ങളിലുള്ള വർണ്ണകം ഏതായിരുന്നു, 2 വർണ്ണകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, റോഡ് കോശങ്ങളും അതുപോലെ കോൺ കോശങ്ങളിലും. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, റോഡോപ്സിൻ എന്നാണ് വിളിക്കുക. റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് ഇത്, റോഡോപ്സിൻ. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്, കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ ആണ്. ഫോട്ടോപ്സിൻ. അപ്പോൾ ഈ 2 വർണ്ണകങ്ങളും എവിടെ കാണപ്പെടുന്നതാണ്, ഈ പറയുന്ന റോഡ് കോശത്തിലും കോൺ കോശത്തിലും കാണപ്പെടുന്നതാണ്. അപ്പോൾ റെറ്റിനയുമായി ബന്ധപ്പെട്ട 2 കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിലുള്ള കാഴ്ച സാധ്യമാക്കുമ്പോൾ കോൺ കോശങ്ങൾ നല്ല പ്രകാശത്തിലുള്ള കാഴ്ച സാധ്യമാക്കുന്ന വർണ്ണങ്ങളെ തിരിച്ചറിയാനൊക്കെ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. ഇനി എണ്ണത്തിൽ കൂടുതൽ റോഡ് കോശങ്ങളും എണ്ണത്തിൽ കുറവ് കോൺ കോശങ്ങളുമാണ്. റോഡ് കോശത്തിനുള്ളിലുള്ള വർണ്ണകം റോഡോപ്സിൻ ആണ്. കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളൂ. റോഡോപ്സിൻ. കോൺ കോശത്തിലുള്ളത് കാഴ്ച, കളറൊക്കെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഫോട്ടോ നല്ല വർണ്ണങ്ങളിലുള്ള ഫോട്ടോകൾ അങ്ങനെ വിചാരിച്ചു വെക്കുക. അപ്പോൾ കോൺ കോശങ്ങളിലുള്ള ഏതാണ്, ഫോട്ടോപ്സിനുമാണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ ഏതുമായി ബന്ധപ്പെട്ടാണ്, കണ്ണുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ, അതായത് ആ ഫിഗർ പേജ് നമ്പർ 77 കൊടുത്തിട്ടിരിക്കുന്ന ഫിഗർ ഇല്ലാത്ത എന്തില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തുണ്ടാകാറില്ല, എക്സാമിന് ഉണ്ടാകാറില്ല. എപ്പോഴും മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കണ്ണുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മങ്ങളൊക്കെ ചോദിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാകാറുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ബേസ്ഡ് ഓൺ ദി ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ. ഇവിടെ തന്നിരിക്കുന്ന കണ്ണിൻ്റെ എന്താണ് ഈ ഭാഗം നിരീക്ഷിച്ചിട്ട് എക്സും വൈയും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വൈ, വൈയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദ്യം. ഇവിടെ നോക്കിയാൽ കാണാം എക്സ് എന്ന് പറയുന്ന ഭാഗം ഏതാ ശരിക്കും, അത് എളുപ്പമാണ്. എന്താ, എക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കൺപോളയാണ് അല്ലേ, കൺപോളയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഐലിഡ്സ് ആണ് എക്സ് എന്ന് പറയുന്ന ഭാഗം. വൈ എന്ന് പറയുന്ന ഭാഗം എന്താ, മലയാളത്തിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഒരു ഗ്രന്ഥിയാണ് അല്ലേ, ഏതാണ്, കണ്ണുനീർ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഗ്രന്ഥിയുടെ ഇംഗ്ലീഷ് എന്താ, ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയും. ലാക്രിമൽ ഗ്ലാൻഡ് ആണ് കണ്ണുനീർ ഗ്രന്ഥി, അഥവാ ലാക്രിമൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥിയുടെ ചിത്രം അല്ലെങ്കിൽ ലാക്രിമൽ ഗ്ലാൻഡിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൺപോളയും കണ്ണുനീർ ഗ്രന്ഥിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ആർ ദി ഫംഗ്ഷൻ ഓഫ് വൈ, വൈയുടെ ഫംഗ്ഷൻ എന്താ, കണ്ണുനീർ ഗ്രന്ഥി എന്താ ഉൽപ്പാദിപ്പിക്കുക, കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുക അല്ലേ. അതിൽ എന്തുണ്ട്, ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. കണ്ണുനീരിൽ ലൈസോസോം അല്ല, ലൈസോസൈം ആണ്. ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്തിനാ സഹായിക്കുക, ഈ എൻസൈം സഹായിക്കുന്ന ഒന്ന് എന്താണ്, നമ്മുടെ കണ്ണിനുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ്. അതായത് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് കയറുന്ന രോഗാണുക്കളെയും മറ്റും തടയുന്നതിനൊരു പ്രൊട്ടക്ഷനായിട്ടും, അതുപോലെ എന്താണ് നമ്മുടെ കണ്ണിലെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, കണ്ണുനീര് സഹായിക്കും. അതുപോലെ നമ്മുടെ കണ്ണിനെ ഈർപ്പമുള്ളതാക്കി വെക്കാൻ, അഥവാ കണ്ണ് മോയിസ്റ്റ് ആക്കി കീപ്പ് ചെയ്യാൻ, കൂടുതൽ സമയം എന്താണ് ഈർപ്പം നിലനിർത്താൻ എന്ത് ചെയ്യും, ഈ പറയുന്ന കണ്ണുനീർ ഗ്രന്ഥി അഥവാ ലാക്രിമൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീരിന് സഹായിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. തന്നിരിക്കുന്നത് 1 കൺപോളയും 2 കണ്ണുനീർ ഗ്രന്ഥിയുമാണ്. കണ്ണുനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീരിലുള്ള എൻസൈം ഏതാണ്, ലൈസോസൈം ആണ്. അതിൻ്റെ ഡ്യൂട്ടി എന്താണ്, കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക, പൊടിയും രോഗാണുക്കളും മറ്റ് പദാർത്ഥങ്ങളൊക്കെ കണ്ണിലേക്ക് കടരുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്, ഈ പറയുന്ന, അതായത് പൊടിയൊക്കെ കടന്ന് നമ്മുടെ ഐലിഡ്സ്, നേത്രപോളകൾ, കൺപോളകൾ സഹായിക്കും. കണ്ണുനീർ ഗ്രന്ഥി എന്ത് ചെയ്യുന്നു, അതിനെ ഈർപ്പമുള്ളതാക്കി വെക്കുകയും അവിടുത്തെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും, അതായത് കണ്ണിൻ്റെ യാതൊരു വിധത്തിലുള്ള അണുബാധകൾ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നത് എന്താണ്, കണ്ണുനീർ ഗ്രന്ഥിയാണ്. പൊടിപടലങ്ങൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ സഹായിക്കുന്ന കൺപോളയും കൺപീലുകളുമാണ്. അതും എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്, കണ്ണിൻ്റെ മുഖ്യ ഭാഗങ്ങൾ, അതായത് ലെയേഴ്സ് ഓഫ് ഐ ആൻഡ് അസോസിയേറ്റഡ് പാർട്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് വരുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ ചോദ്യം എന്താ, റീഡ്രോ ദ ഡയഗ്രാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പകർത്തി വരയ്ക്കുന്നതിന് മാർക്ക് കിട്ടും. 1 മാർക്ക് വെറുതെ കിട്ടുന്നതാണ്. അതേ ചിത്രം എന്ത് ചെയ്യുന്നു, അതേപോലെ പകർത്തി വെച്ചാൽ 1 മാർക്ക് കിട്ടുന്നു. അതുകൊണ്ട് ചിത്രം വരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അത് വരയ്ക്കാതിരിക്കരുത്. വെറുതെ ഭാഗങ്ങൾ അടയാളം വെച്ചാൽ അതിൻ്റെ മാർക്ക് കിട്ടില്ല. ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ തന്നെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഈ ചിത്രം പകർത്തി വരച്ച് എന്ത് ചെയ്യാനാണ്, റൈറ്റ് ദി ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിൽ. അവിടെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനാണ്, ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം നോക്കിയാൽ കാണാം, എ എന്ന് പറയുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത്
കൊടുത്തിരിക്കുന്നത് എന്താണ്? സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ എന്ന് പറയും. ബി എന്ന് പറയുന്ന ഭാഗം ഏതാണ്? പ്യൂപ്പിളാണ്. സി എന്ന് പറയുന്ന ഭാഗം ഏതാണ്? യെല്ലോ സ്പോട്ടാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മലയാളം കൂടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ്? പ്യൂപ്പിള്, സീലിയറി മസിൽസ്, അതുപോലെ തന്നെ പീതബിന്ദുവാണ്. ഇനി ഞാൻ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗത്തിൻ്റെയും എന്താണ്? ധർമ്മം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഞാൻ അതിലെ ABC ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, അത് ഞാൻ പറയാം. എന്തായെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഭാഗത്ത് പകർത്തി വരയ്ക്കുക, ഈ ചിത്രം അടയാളപ്പെടുത്തിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതുക, എന്നിട്ട് ഓരോ ഭാഗത്തിൻ്റെയും ധർമ്മം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പീതബിന്ദു എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പീതബിന്ദു എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? സീലിയറി മസിൽസ് കൊടുത്തിട്ടുണ്ട്. പ്യൂപ്പിള് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഈ ഭാഗം എന്താ ശരിക്കും? ഇത് പ്യൂപ്പിളാണോ ഈ ഭാഗം? അല്ലല്ലോ. ഈ ഭാഗം എന്താ? ഐറിസ് ആണ് അല്ലേ? ഈ ഭാഗം ഐറിസ് ആണ്. അതായത് ബി എന്ന് പറയുന്ന ഭാഗം എന്താണ്? പ്യൂപ്പിൾ അല്ല, ഐറിസ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? നമ്മൾ മാറ്റി എഴുതണം. ഇനി സീലിയറി മസിലിൻ്റെ ധർമ്മം എന്താ? സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികളുടെ ധർമ്മം എന്താ? നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ അല്ലെങ്കിൽ വക്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ലെൻസിൻ്റെ വക്രത അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കർവേച്ചർ എന്ന് പറയും. അഡ്ജസ്റ്റ് ദി കർവേച്ചർ ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ഇനി ബി അഥവാ ഐറിസിൻ്റെ ധർമ്മം എന്താണ്? ഐറിസ് എന്ത് ചെയ്യുന്നു? ഇതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ഐറിസ് ആണ്. ഇനി മൂന്നാമത്തെ എന്താണ്? യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദുവാണ്. പീതബിന്ദു എന്ത് ചെയ്യുന്നു? ക്ലിയർ വിഷൻ, നമുക്ക് ക്ലിയർ വിഷൻ കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ക്ലിയർ വിഷൻ ഉണ്ടാക്കുന്ന ആരാണ്? ഈ പറയുന്ന പീതബിന്ദുവാണ്. പീതബിന്ദുവാണ് എന്ത് ചെയ്യുന്നത്? ക്ലിയർ വിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ത് വെച്ചാൽ അവിടെയാണ് കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ കോൺ കോശങ്ങൾ അഥവാ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ടല്ലോ, ഫോട്ടോ റിസപ്റ്റർ സെല്ലുകൾ, അത് കൂടുതലായി കാണപ്പെടുന്നത്. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് പീതബിന്ദുവിൽ കാണപ്പെടുന്നതുകൊണ്ട് നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന അല്ലെങ്കിൽ നല്ല വർണ്ണ കാഴ്ച സാധ്യമാക്കുന്ന സ്പോട്ടാണ് ഇത് പീതബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. എ എന്ന് പറയുന്നത് സീലിയറി മസിലാണ്. അതിൻ്റെ ഡ്യൂട്ടി എന്താ? അഡ്ജസ്റ്റ് ദി കർവേച്ചർ ഓഫ് ദ ലെൻസ്, ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുക. ബി എന്ന് പറയുന്നത് പ്യൂപ്പിൾ അല്ല, ഐറിസ് ആണ്. ഐറിസിൻ്റെ ഡ്യൂട്ടി എന്താ? അതായത് എന്തിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നതാണ്? പ്യൂപ്പിളിൻ്റെ വലിപ്പം. അതായത് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമാണ് ആര് സഹായിക്കുന്നത്? ഈ പറയുന്ന ഐറിസ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ എന്താണ്? പീതബിന്ദു എന്താണ്? നമുക്ക് കാഴ്ച, അതായത് വർണ്ണ കാഴ്ച സാധ്യമാക്കുന്ന ആരാണ്? പീതബിന്ദുവാണ്. അതിന് കാരണം ഫോട്ടോ റിസപ്റ്റർ സെല്ലുകൾ അഥവാ എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന എവിടെയാണ്? ഈ പറയുന്ന പീതബിന്ദുവിലാണ്. ഓക്കെ, നോക്കിയേ, അടുത്തത് നമ്മുടെ ചെവി അഥവാ കേൾവി എന്ന് പറയുന്ന ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലോ ചാർട്ട്. പേജ് നമ്പർ 93 കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ടാണ്. ഇത്രയും ചിലപ്പോൾ ലെങ്തി ആയിട്ട് വരണമെന്നില്ല, അത് കുറച്ച് ചിലപ്പോൾ കട്ട് ചെയ്തൊക്കെ വരാം. പക്ഷെ നമ്മൾ മൊത്തത്തിൽ അത് പഠിച്ചു വെക്കുന്ന നല്ലതാണ്. നോക്കിയേ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട്. ഇവിടെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് ആ ശബ്ദം നമ്മളുടെ ചെവിയുടെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് നമ്മുടെ പിന്ന അഥവാ എന്ത് വിളിക്കും? ചെവിക്കുട എന്ന് വിളിക്കും. ഈ ചെവിക്കുടയിൽ വന്ന് നമ്മുടെ ചെവിയിൽ എന്താണ്? ഈ ചെവിക്കുടയിൽ വന്ന് തട്ടിയിട്ടാണ് ശബ്ദം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ശബ്ദത്തെ ഫസ്റ്റ് തടഞ്ഞു നിർത്തി ചെവിക്കുള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ആളാണ് ആര്? പിന്ന അഥവാ ചെവിക്കുട എന്ന് പറയുന്നത്. ചെവിക്കുടയിൽ നിന്നും ശബ്ദം തൊട്ടടുത്ത് ഏത് പോയിന്റിലേക്കാണ് പോകുന്നത്? കർണനാളത്തിലേക്കാണ് അല്ലേ? കർണനാളം എന്ന് പറയും. കർണനാളം എന്താ? ഓഡിറ്ററി കനാൽ എന്ന് പറയും. ഓഡിറ്ററി കനാൽ, കർണനാളം അഥവാ ഓഡിറ്ററി കനാലാണ്. ഓഡിറ്ററി കനാലിലേക്കാണ് തൊട്ടടുത്ത് ശബ്ദം കടന്നു പോകുന്നത്. ഇനി ഓഡിറ്ററി കനാലിൽ നിന്നും ശബ്ദം എങ്ങോട്ടേക്ക് പോകും? കർണനാളത്തിൽ നിന്നും കർണപടത്തിലേക്കാണ് പോവുക. കർണനാളത്തിൽ നിന്നും കർണപടം അഥവാ എന്ത് വിളിക്കും? ടിംപാനം. അപ്പോൾ എന്താണ്? ഫസ്റ്റ് പിന്ന, ദെൻ ഓഡിറ്ററി കനാൽ, ദെൻ ടിംപാനം അഥവാ ചെവിക്കുട, കർണനാളം, കർണപടം. പിന്നെ വരുന്ന എന്താണ്? ആന്തരകർണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മധ്യകർണത്തിൻ്റെ ഭാഗം വരുന്ന 3 എന്താണ്? അസ്ഥി ശൃംഖലകളാണ്. ഏതൊക്കെ? മാലിയസ് കഴിഞ്ഞാൽ തൊട്ട് വരുന്നത് ഇൻകസ് ആണ്. ഇത് ഇംഗ്ലീഷിലും സെയിം ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ടിടത്തും എഴുതുന്നില്ല. ഇൻകസ് ആണ്, മാലിയസ്, ഇൻകസ്. പിന്നെ വരുന്ന ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥി ശൃംഖല 3 ചെറിയ അസ്ഥികളാണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അവിടെ നിന്നും ശബ്ദം എങ്ങോട്ടേക്ക് പോകുന്നു? ഓവൽ വിൻഡോയിലേക്ക് പോകുന്നു. എങ്ങോട്ടേക്ക് പോകുന്നു? ഓവൽ വിൻഡോയിലേക്ക് പോകുന്നു. ഓവൽ വിൻഡോയിൽ നിന്നും ശബ്ദം എങ്ങോട്ടേക്ക് പോകുന്നു? കോക്ലിയയിലേക്ക് പോകുന്നു. കോക്ലിയയിൽ നിന്നും ശബ്ദം എങ്ങോട്ട് പോകും? ബേസിലാർ മെംബ്രെയിൻ അഥവാ
ബേസിലാർ സ്തരം. ബേസിലാർ സ്തരത്തിലാണ് എന്തുള്ളത്? ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. ആ ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്നും എന്താണ്? ശ്രവണ നാഡിയിലെ ആവേഗങ്ങൾ അഥവാ ഇമ്പൾസസ് ഇൻ ദ ഒപ്റ്റിക്കൽ നെർവ് എവിടെ എത്തുന്നു? ബ്രെയിനിൽ അഥവാ തലച്ചോറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യാനല്ല, രണ്ട് പേരുകളൊന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? വരുന്ന ശബ്ദം ഫസ്റ്റ് നമ്മുടെ ചെവിക്കുടയിലാണ് തട്ടുക. ചെവിക്കുട അഥവാ പിന്ന, ദെൻ കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ, കർണപടം അഥവാ ടിംപാനം, ദെൻ 3 അസ്ഥികൾ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അത് കഴിഞ്ഞ് ഓവൽ വിൻഡോയിലേക്ക് പോകും. ഓവൽ വിൻഡോയിൽ നിന്നും കോക്ലിയയിലേക്ക്, കോക്ലിയയിൽ നിന്നും ബേസിലാർ സ്തരം, ബേസിലാർ സ്തരത്തിൽ നിന്നും ഓർഗൻ ഓഫ് കോർട്ടി, ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്ന് എന്താണ്? ശ്രവണ നാഡികളുണ്ട്. ആ ശ്രവണ നാഡി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അവിടെ എന്തുണ്ട്? ഈ പറയുന്ന ആവേഗങ്ങൾ രൂപപ്പെടും. ഈ ആവേഗങ്ങൾ തലച്ചോറിലെത്തുമ്പോൾ, ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? കേൾവി എന്ന് പറയുന്ന അനുഭവം അഥവാ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? ഫ്ലോ ചാർട്ട് എഴുതി തന്നെ എന്ത് ചെയ്യണം? അത് പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ പോലെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ചെവിയുടെ ഏത്? ഈ പറയുന്ന ചിത്രം. ഈ ചിത്രം ഏതാണെന്ന് ക്ലിയർ ആണെന്ന് കാണുന്ന സമയത്തെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഏത് ചിത്രമാണ്? നമ്മുടെ ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയറുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. അത് തന്നെയാണ് ചോദ്യവും. ചിത്രീകരണം, അതായത് ഈ തന്നിരിക്കുന്ന ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ശരീര തുലനില അഥവാ എന്താണ്? ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ആൻസർ എഴുതുവാണെങ്കിൽ എന്തെഴുതാം? ഇത് ഏതിൻ്റെ ചിത്രമാണ്? ദിസ് ഈസ് ദ ഫിഗർ ഓഫ് എന്താണ്? ഇന്റേണൽ ഇയർ ആണ്. ഇന്റേണൽ ഇയർ അഥവാ ആന്തരകർണത്തിൻ്റെ ചിത്രമാണ്. ആന്തരകർണത്തിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇന്റേണൽ ഇയർ അഥവാ ആന്തരകർണത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ഭാഗമാണ് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നത്? നമുക്ക് ജനറൽ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയാം. മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വെസ്റ്റിബുലാർ സിസ്റ്റം ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വെസ്റ്റിബുലാർ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് തുലനനില പാലിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ ആരൊക്കെ വരും? 3 സെമി സർക്കുലാർ കനാലുകളുണ്ട്. 3 സെമി സർക്കുലാർ കനാലുകൾ. പിന്നെന്താണ്? വെസ്റ്റിബ്യൂള്, അതുപോലെ തന്നെ എന്താണ്? രോമകോശങ്ങളാണ്. ഹെയർ സെൽസ് അഥവാ രോമകോശങ്ങൾ. ഇത് 3ഉം കൂടെ ചേർന്നിട്ടാണ് ഇതിനെ 3നെയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ചിത്രം ഏതിൻ്റെയാണ്? ഇന്റേണൽ ഇയർ അഥവാ ആന്തരകർണത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അതിന് ഈ പറയുന്ന ഭാഗത്തിൽ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയാം. ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ ആരൊക്കെ അടങ്ങിയിട്ടുണ്ട്? 3 സെമി സർക്കുലാർ കനാലുകളുണ്ട്. 3 സെമി സർക്കുലാർ കനാലുകളുണ്ട്. പിന്നെന്തുണ്ട്? ഒരു വെസ്റ്റിബ്യൂൾ ഉണ്ട്. പിന്നെന്തുണ്ട്? രോമകോശങ്ങൾ അഥവാ ഹെയർ സെൽസ്. ഇതിനെ 3നെയും ചേർത്താണ് നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതാണ് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് തുലനനില പാലിക്കുന്നത്? 2 തരം ചലനങ്ങൾ, 2 തരം മോഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഏതുമുണ്ട്? പെർപെൻഡിക്കുലാർ മോഷനും ഉണ്ട്. റൊട്ടേഷണൽ മോഷനും അതുപോലെ തന്നെ എന്താണ്? പെർപെൻഡിക്കുലാർ മോഷനുമാണ്. അതായത് എന്താണ്? റൊട്ടേഷണൽ മോഷനും അതുപോലെ തന്നെ പെർപെൻഡിക്കുലാർ മോഷൻ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭ്രമണചലനം അതുപോലെ തന്നെ രേഖീയ ചലനം. ഈ 2 ചലനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇയർ ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്റേണൽ ഇയറിന്റെ ചിത്രമാണ്. വെസ്റ്റിബുലാർ സിസ്റ്റമാണ് നമ്മളെ എന്തിനു സഹായിക്കുന്നത്? ബാലൻസിന് സഹായിക്കുന്നത്. അതിൽ വരുന്നത് 3 സെമി സർക്കുലാർ കനാലുകൾ, വെസ്റ്റിബ്യൂള്, രോമകോശങ്ങൾ അഥവാ ഹെയർ സെല്ലുകളാണ്. ഇനി ഏതൊക്കെ തരം ചലനങ്ങളുണ്ട്? ഭ്രമണചലനവും രേഖീയ ചലനവും, റൊട്ടേഷണൽ മോഷനും പെർപെൻഡിക്കുലാർ മോഷനും. ഈ 2 ചലനങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഉണ്ടാകുന്നത്. ഇനി ആന്തരകർണത്തിലെ 2 ദ്രവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട ദ്രവങ്ങൾ? ഒന്ന് എൻഡോലിംഫാണ്. എന്താണ്? എൻഡോലിംഫ്. മലയാളത്തിലും ഇംഗ്ലീഷിലും സെയിം ആണ്. ഒന്ന് എൻഡോലിംഫാണ്. രണ്ടാമത്തെ എന്താണ്? പെരിലിംഫാണ്. 2 ദ്രവങ്ങൾ ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയറിൽ കാണപ്പെടുന്ന 2 തരം ദ്രവങ്ങളാണ്. ഏതൊക്കെ? ഒന്ന് എൻഡോലിംഫും രണ്ടാമത്തെ എന്താണ്? പെരിലിംഫുമാണ്. ഒന്നാമത്തേത് എൻഡോലിംഫ്, രണ്ടാമത്തെ എന്താണ്? പെരിലിംഫ്. ക്ലിയർ ആണല്ലോ? പിന്നെ അതിൻ്റെ കൂടെ ഈ ചിത്രത്തിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി പഠിക്കണം. ഇത് ഏതാണ്? വെസ്റ്റിബ്യുലാർ നാഡിയാണ്. ഈ കൊടുത്തിരിക്കുന്നത്. വെസ്റ്റിബ്യുലാർ നാഡിയുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ത് വരുന്നുണ്ട്? ഇവിടെ ആരൊക്കെയുണ്ട്? ഈ 2 ആൾക്കാർ ആരാ? യൂട്രിക്കിളും സാക്യൂളുമാണ്. വലിയ ആൾ യൂട്രിക്കിള്, ചെറിയ ആൾ എന്താണ്? സാക്യൂളാണ്. യൂട്രിക്കിളും സാക്യൂളും ഇതിനെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കാം.
ഇതിനെ രണ്ടിനെയും ചേർത്ത് വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കാം. ഇത് കണ്ടോ, പരസ്പരം ഈ ഇതൊരെണ്ണം ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന നീല കളറിൽ പരസ്പരം ലംബമായി ഇരിക്കുന്ന 3 ആൾക്കാരെ കണ്ടോ? ഇവരാണ് ആര്? സെമി സർക്കുലാർ അർദ്ധവൃത്താകാര കുഴലുകൾ അഥവാ സെമി സർക്കുലാർ കനാലുകൾ. ഈ ഭാഗങ്ങളും ക്ലിയർ ആക്കണം. ഓക്കെ അല്ലേ? അതായത് ഇവിടെ എന്തുണ്ട്? ഇതിനുള്ളിൽ രോമകോശങ്ങളുണ്ട്. ഈ 3 കൊടുത്തിരിക്കുന്നത് ഇതാണ് സെമി സർക്കുലാർ കനാലുകൾ. ഈ വലിയ ആള് യൂട്രിക്കിള്, ചെറിയ ആള് സാക്യൂള്. ഇവരെ രണ്ടിനെയും ചേർത്ത് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കും. ഇൻഫർമേഷൻ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? വെസ്റ്റിബുലാർ നാഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഭാഗങ്ങൾ ഏതുമായിട്ട്? ഇന്റേണൽ ഇയറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, വീണ്ടും 2 ചിത്രവും തന്നിരിക്കുന്നത്. 2 ചിത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടും ചെവിയുടെ ചിത്രമാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ചെവിയുടെ കാര്യം. കണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണെങ്കിൽ ചെവിയുടെ അത് കുറേ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ചിത്രം എന്തല്ല അത്ര വരയ്ക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ള ചിത്രം. അതുകൊണ്ടാണ് അത് 2 ചിത്രം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്ന ഏതാണ്? മിഡ് ഇയറിൻ്റെമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ഐഡന്റിഫൈ ദ ഇമേജ്. ഇത് ഏതിൻ്റെതുമായി ബന്ധപ്പെട്ട ചിത്രമാണെന്നാണ് ഫസ്റ്റ് ചോദ്യം. ഇത് ഏതിൻ്റെതുമായി ബന്ധപ്പെട്ട ചിത്രമാണ്? മിഡ് ഇയർ അഥവാ മധ്യകർണവുമായി ബന്ധപ്പെട്ടതാണ്. മിഡ് ഇയർ അഥവാ എന്താണ്? മധ്യകർണവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ഡൗൺ XYZ. ഈ ചിത്രത്തിൽ എന്താണ്? XYZ ഒന്നുകൂടെ അത് താഴേക്കാക്കാം. XYZ എന്താണെന്നാണ്. ഇത് മധ്യകർണവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ XYZ എന്ന് പറയുന്നത് ഏതിനെ സൂചിപ്പിക്കുന്നതാണ്? നോക്കുക, XYZ എന്ന് പറയുന്നത് ഇതാണ്. X കൊടുത്തിരിക്കുന്നത്, ഇത് Y, ഇത് Z. ഇത് ഓരോന്നും XYZ ഓരോന്നിനെ സൂചിപ്പിക്കുന്നതാണ്. 3 അസ്ഥികളാണ് അല്ലേ? X എന്ന് പറയുന്നത് ഏതാണ്? മാലിയസ് ആണ്. X എന്ന് പറയുന്നത് മാലിയസ് ആണ്. Y എന്ന് പറയുന്നത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഇൻകസ് ആണ്. Y എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. ഇൻകസ് അവിടെ കൊടുത്തിട്ടുണ്ട്. Y എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. അപ്പം മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ഈ 3 അസ്ഥി ശൃംഖലകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ സെഡ് എന്ന് കൊടുത്തിരിക്കുന്ന ഏതാണ്? സെഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് യൂസ്റ്റേക്യൻ നാളിയാണ്. നമ്മൾ പഠിക്കുന്നതാണ് യൂസ്റ്റേക്യൻ നാളി അഥവാ യൂസ്റ്റേക്യൻ കനാൽ എന്ന് പറയും. യൂസ്റ്റേക്യൻ കനാലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂസ്റ്റേക്യൻ കനാൽ അഥവാ യൂസ്റ്റേക്യൻ നാളിയുടെ ചിത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത് യൂസ്റ്റേക്യൻ നാളിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. യൂസ്റ്റേക്യൻ കനാൽ കൈ കൊടുത്തിരിക്കുന്ന യൂസ്റ്റേക്യൻ കനാലാണോ? ക്ലിയർ ആണല്ലോ? X എന്ന് പറയുന്നത് ഇത് 3 അസ്ഥികളാണ്. ഇതിൽ ഏറ്റവും ചെറുത് ഇൻകസ് ആണ്. ആദ്യത്തത് മാലിയസ്, രണ്ടാമത്തത് ഇൻകസ്, മൂന്നാമത്തത് സ്റ്റേപ്പിസ്. ഈ 3 അസ്ഥി ശൃംഖലകൾ. പിന്നെ ഇവിടെ സെഡിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ സെഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്റ്റേക്യൻ കനാലാണ്. എന്താണ്? യൂസ്റ്റേക്യൻ കനാലാണ്. നെക്സ്റ്റ്, റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇയർ ഡ്രം. ഇയർ ഡ്രമ്മിന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. അത് പൊതുവെ അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല, എങ്കിലും ഒന്ന് നോക്കി വെച്ചോ. ഇയർ ഡ്രം എന്ന് പറഞ്ഞാൽ എന്താ? കർണപടമാണ്. കർണപടത്തിന്റെ പെക്യുലാരിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് എന്താണ് കൊടുത്തിരിക്കുന്നത്? 9 മുതൽ 10 മില്ലിമീറ്റർ വരെ ആയിരിക്കും അതിന്റെ വ്യാസം. എന്ന് വെച്ചാൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയും. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. അതായത് ഇതൊരു റൗണ്ട് ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ മൊത്തം ഈ ഒരു ലെങ്ത് വ്യാസം എന്ന് പറയുന്നത് 9 to 10 മില്ലിമീറ്റർ ആയിരിക്കും. 0.1 മില്ലിമീറ്റർ ആയിരിക്കും എന്ത്? അതിൻ്റെ തിക്നെസ് അഥവാ കനം എന്ന് പറയുന്നത്. 0.1 മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ തിക്നെസ് അഥവാ കനം എന്ന് പറയുന്നത്. അപ്പം അതൊന്ന് നോക്കി വെച്ചോ. ഇയർ ഡ്രമ്മിൻ്റെ പെക്യുലാരിറ്റീസ് എന്ന് വെച്ചാൽ സവിശേഷതകളാണ്. എന്താണ്? 9 മുതൽ 10 മീറ്റർ വരെ അതിൻ്റെ വ്യാസം ഉണ്ടായിരിക്കും അഥവാ ഡയമീറ്റർ ഉണ്ടായിരിക്കും. 0.1 മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ തിക്നെസ് അഥവാ കനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദി ഫങ്ഷൻ ഓഫ് സെഡ്. യൂസ്റ്റേക്യൻ നാളിയുടെ ധർമ്മം എന്താണെന്നാണ് ചോദ്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന യൂസ്റ്റേക്യൻ നാളിയുടെ ധർമ്മം എന്താണ്? എന്തിനാണ് യൂസ്റ്റേക്യൻ നാളി അവിടെ പ്രസന്റ് ആയിരിക്കുന്നതാണ് ചോദ്യം. യൂസ്റ്റേക്യൻ നാളിയുടെ ധർമ്മം എന്താണെന്നാണ് ചോദ്യം. എന്താ യൂസ്റ്റേക്യൻ നാളിയുടെ ധർമ്മം? അതായത് ഈ യൂസ്റ്റേക്യൻ നാളിയാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ കർണപടം ഉണ്ടല്ലോ, കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം അഥവാ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്, പ്രഷർ ക്രമീകരിച്ച് നിർത്തുന്നത്, മർദ്ദം ക്രമീകരിക്കുന്നത്. ഇയർ ഡ്രമ്മിന് അല്ലെങ്കിൽ കർണപടത്തിന് ഇരുവശവുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വായ ഓപ്പൺ ആവുകയോ ക്ലോസ് ആവുകയോ ചെയ്യില്ലേ? ഇതിനനുസരിച്ച് നമ്മുടെ ചെവിയിൽ മർദ്ദം കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആ മർദ്ദം ക്രമീകരിക്കുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? യൂസ്റ്റേക്യൻ നാളി ചെയ്യുന്നത്. അപ്പോൾ യൂസ്റ്റേക്യൻ നാളിയുടെ ഡ്യൂട്ടി എന്താ? ടു കൺട്രോൾ ദ പ്രഷർ എന്താണ്? ബിറ്റ്വീൻ ബോത്ത് സൈഡ്സ് ഓഫ് എന്താണ്? ഇയർ ഡ്രം ആണ്. അതായത് ഇതിന് ഇരുവശവുമുള്ള എന്താണ്? മധ്യകർണത്തിന് ഇരുവശവുമുള്ള അല്ലെങ്കിൽ എന്താണ്? കർണപടത്തിന് ഇരുവശവുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നതാണ് ആര്? യൂസ്റ്റേക്യൻ നാളിയുടെ ഡ്യൂട്ടി.
അപ്പോൾ ഈ ചിത്രം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 അസ്ഥി ശൃംഖലകൾ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, സെഡ് എന്ന് പറയുന്ന യൂസ്റ്റേക്ക് നാളിയും ഈ നീല കളറിൽ റൗണ്ട് ഷേപ്പിൽ കാണുന്ന ഇയർ ഡ്രമ്മുമാണ്. ഇയർ ഡ്രമ്മിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഇയർ ഡ്രമ്മിന് 9 മുതൽ 10 മില്ലിമീറ്റർ വരെ വ്യാസം അഥവാ ഡയമീറ്റർ ഉണ്ടാകും. 0.1 മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത് തിക്നെസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് യൂസ്റ്റേക്കിയൻ നാളിയുടെ ധർമ്മം എന്താണ്? കർണപടം അഥവാ ഇയർ ഡ്രമ്മിന് 2 സൈഡിലുള്ള ബോത്ത് സൈഡിലുള്ള പ്രഷർ അഥവാ മർദ്ദം ക്രമീകരിക്കുക എന്ന് പറയുന്നതാണ് ആരുടെ ഡ്യൂട്ടി? ഈ പറയുന്ന യൂസ്റ്റേക്കിയൻ നാളിയുടെ ഡ്യൂട്ടി. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് തൊട്ടടുത്ത ചിത്രം. നോക്കിയേ, ഈ പറയുന്ന അവിടെ ചിത്രത്തിൽ എന്താണ്? ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നു. ഓരോ ഭാഗങ്ങളാണ് അടയാളപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഡൗൺ ദി ലൊക്കേഷൻ ഓഫ് ഓർഗൻ ഓഫ് കോർട്ടി ഇൻ ദി എബോവ് ഇല്ലുസ്ട്രേഷൻ. ഈ തന്നിരിക്കുന്നതിൽ ഓർഗൻ ഓഫ് കോർട്ടി എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് എഴുതാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും എഴുതാം. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, ഈ ഫസ്റ്റ് ഭാഗം ഇവിടുന്ന് ഇങ്ങനെ സന്ദേശം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ പുറത്തുനിന്ന് കാറ്റുള്ളിലേക്ക് വരുന്ന പോലെ, കാറ്റ് വരുന്ന ഇതിലൂടെ ജനലിലൂടെ വരും. അപ്പോൾ എന്താണ് ഈ ഭാഗം കൊടുത്തിരിക്കുന്ന ഏതാണ്? ഇത് ഓവൽ വിൻഡോയാണ്. എന്താണ്? ഓവൽ വിൻഡോയാണ് ഈ പറയുന്ന ഫസ്റ്റ് ഭാഗം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എന്ത്? ഓവൽ വിൻഡോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്യൂ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഭാഗം എന്താണ്? ക്യൂ എന്ന് പറയുന്നത് കോക്ലിയാണ്. ക്യൂ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? കോക്ലിയയുടെ ചിത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ആർ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? പെരിലിംഫാണ്. ഞാൻ മുഴുവൻ എഴുതുന്നില്ല, പെരിലിംഫാണ്. ആർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പെരിലിംഫാണ്. അതിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന പി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഏതാണ്? എൻഡോലിംഫാണ്. എൻഡോലിംഫാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ കാറ്റ് പോലെ ഉള്ളിലേക്ക് വരുന്ന പോലെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം ഇതാണ് ഓവൽ വിൻഡോ. ഇനി ഏറ്റവും താഴെയായിട്ട് അങ്ങനെ ഓരോ ഓർഡറിൽ പഠിക്കുക. ഏറ്റവും താഴെ കോക്ലിയ, അതിന് തൊട്ടുള്ളിൽ പെരിലിംഫ്, അതിന് മുകളിൽ എന്ത് വരും? എൻഡോലിംഫ്. പിന്നെ എന്ത് ഒരു ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബ്ലൂ കളർ ഈ വരുന്ന ഭാഗമാണ് ഏതാണ്? ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടും. ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി. അപ്പോൾ ഓർഗൻ ഓഫ് കോർട്ടി ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? പെരിലിംഫിൻ്റെയും എൻഡോലിംഫിൻ്റെ, ഇത് ഈ വൈറ്റ് ഷെയ്ഡ് പോകുന്നത്. അപ്പോൾ പെരിലിംഫിൻ്റെയും എൻഡോലിംഫിൻ്റെയും ഇടയിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. ആ ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതേതാ സ്ഥലം? ഇതാണ് ടി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ബേസിലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ബേസിലാർ സ്ഥലം എന്ന് വിളിക്കാം. ബേസിലാർ സ്ഥലം മലയാളത്തിൽ ഇംഗ്ലീഷിലായാലും സെയിം തന്നെ, മെംബ്രെയിൻ എന്ന് വരും. സ്ഥലത്തിന് പകരം മെംബ്രെയിൻ, ബാക്കിയെല്ലാം സെയിം തന്നെ. ബേസിലാർ മെംബ്രെയിൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബേസിലാർ മെംബ്രെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബേസിലാർ മെംബ്രെയിൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ അടയാളപ്പെടുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഒരുമിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഇത് റൗണ്ട് വിൻഡോയാണ്. ഏതാണ്? റൗണ്ട് വിൻഡോയാണ്. റൗണ്ട് വിൻഡോ. റൗണ്ട് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം റൗണ്ട് വിൻഡോ ആണ്. അപ്പോൾ ഇത്രയും എണ്ണം ഭാഗം സാധാരണ ഒരുമിച്ച് ചോദിക്കാറില്ല കേട്ടോ. ഇത്രയും എണ്ണം ചോദിക്കാറില്ല. ഇത് ഞാൻ ആ ചിത്രം അവിടെ ഉൾപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾക്ക് ആ മൊത്തം ചിത്രത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചിത്രം പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 92 കിടപ്പുണ്ട്. ആ ചിത്രം നോക്കിയിട്ട് വേണം പോകാൻ. ഓരോ ഭാഗങ്ങളാണ്. ആന്തരകർണത്തിൻ്റെ ഭാഗമാണ്. എന്താണ്? ഇൻറ്റേർണൽ ഇയർ അഥവാ ആന്തരകർണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഓർഗൻ ഓഫ് കോർട്ടി എവിടെ കാണപ്പെടുന്നു എന്നാണ്. ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത് എവിടെയാ? മധ്യ അറയുടെയും താഴത്തെ അറയുടെയും, അതായത് എന്താണ്? പെരിലിംഫിൻ്റെയും എൻഡോലിംഫിൻ്റെയും ഇടയിലുള്ള ബേസിലാർ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഈ ബേസിലാർ മെംബ്രെയിനിലാണ് ഏത് കാണപ്പെടുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. അപ്പോൾ ചോദ്യം എന്താ? ഓർഗൻ ഓഫ് കോർട്ടി എവിടെ കാണുന്നു ചോദിച്ചാൽ ബേസിലാർ സ്ഥലത്തിൽ. എവിടെയാണ്? ബേസിലാർ സ്ഥലത്തിലാണ് ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. ഈ ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്ന ബേസിലാർ സ്ഥലത്തിൽ എന്തുണ്ട്? രോമകോശങ്ങൾ അഥവാ ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ആവേഗങ്ങൾ അഥവാ ഇമ്പൾസ് രൂപപ്പെടാൻ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്പൾസ് രൂപപ്പെടാൻ സഹായിക്കുന്ന ഇവിടെയുള്ള ഹെയർ സെൽസ് ആണ്. ഈ ഓർഗൻ ഓഫ് കോർട്ടിയിലും ബേസിലാർ സ്ഥലത്തിലുമായിട്ട് കാണപ്പെടുന്ന ഹെയർ സെൽസ് അഥവാ രോമകോശങ്ങൾ. രോമകോശങ്ങളാണ് എന്തിനു സഹായിക്കുന്നത്? ആവേഗങ്ങൾ രൂപപ്പെടാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട്? ആന്തരകർണവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. കോക്ലിയ എന്താണ്? അതുപോലെ ഓവൽ വിൻഡോ, പെരിലിംഫ്, എൻഡോലിംഫ്, ഇവയ്ക്കിടയിൽ ബേസിലാർ സ്ഥലമുണ്ട്, ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ട്, റൗണ്ട് വിൻഡോ ഉണ്ട്.
ബേസിലാർ സ്ഥലത്തിലാണ് ഓർഗൻ ഓഫ് കോർട്ട് കാണപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്ന രോമകോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് കേൾവി അല്ലെങ്കിൽ എന്താണ് ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. ഇത് കൂടാതെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റിനും കൂടെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്ത് ആ ചിത്രങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. പകർത്തി വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം വരയ്ക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വരച്ച് അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ചിത്രങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നമ്മുടെ കെമിക്കൽ റിസപ്റ്ററുമായി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹോർമോണുകളൊക്കെ വരുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹോർമോൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നേ, ഞാൻ വിട്ടുപോയി. നോക്കി, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് വരുന്നൊരു ചോദ്യമാണ് ഏത്, ഈ പറയുന്ന കുറച്ച് ജീവികളും അവയുടെ സെൻസറി ഓർഗൻസുമായി ബന്ധപ്പെട്ട കാര്യം. അതും കൂടെ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ അത് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിയിട്ട് പോകണം. ഇവിടെ കൊടുത്തിരിക്കുന്നതും കൂടെ നമ്മൾ പറഞ്ഞു പോകാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ജീവി ഏതാണ്, യൂഗ്ലീനയാണ്. യൂഗ്ലീനയുടെ സെൻസറി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്, ഐസ്പോട്ടാണ്. എന്താണ് യൂഗ്ലീനയുടെ സെൻസറി ഓർഗൻ എന്ന് പറയുന്നത് ഐസ്പോട്ടാണ്. പിന്നെ ഷഡ്പദങ്ങളുടെ എന്താണ് ഒമാറ്റിഡിയാണ്. ഷഡ്പദങ്ങളുടെ എന്താണ് ഒമാറ്റിഡിയാണ്, ഒമാറ്റിഡിയ. വവ്വാലിന് നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം, ഇയർ അല്ലെങ്കിൽ ചെവി എന്നും പറയാം, അല്ലെങ്കിൽ എന്താണ് ഇക്കോലൊക്കേഷൻ അവയവങ്ങൾ എന്ന് പറയാം. എന്താണ് ഇക്കോലൊക്കേഷൻ ആണ് അവയുടെ സംവേദന അവയവം. പാമ്പിൻ്റെ നമുക്കറിയാം ഏതാണ്, ജേക്കബ്സൺസ് ഓർഗൻ ആണ്. എന്താണ് ജേക്കബ്സൺസ് ഓർഗൻ ആണ് പാമ്പിൻ്റെ എന്ത് സംവേദന അവയവം അല്ലെങ്കിൽ സെൻസറി ഓർഗൻ എന്ന് പറയുന്നത്. ഗന്ധം തിരിച്ചറിയുന്നതിനാണ്, നാക്കിലാണ് അത് കാണപ്പെടുക. അതുകൊണ്ടാണ് പാമ്പ് എന്ത് ചെയ്യുന്നത്, ഇടയ്ക്ക് സമയത്ത് തലയൊക്കെ പൊക്കിയിട്ട് നാക്ക് പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് എന്താ, ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ചുറ്റുമുള്ള എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അവ നാക്ക് പുറത്തേക്ക് ഇടും. ഈ നാക്കിലാണ് ഈ പറയുന്ന ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന അവയവം കാണപ്പെടുന്നത്. അപ്പോൾ യൂഗ്ലീനയുടേത് ഐസ്പോട്ടാണ്, ഷഡ്പടത്തിൻ്റെത് എന്താണ് ഒമാറ്റിഡിയാണ്, വവ്വാലിൻ്റെ നമുക്ക് ഇയർ അല്ലെങ്കിൽ എന്താണ് ഇക്കോലൊക്കേഷൻ എന്ന് പറയാം, പാമ്പിൻ്റെ ഏതാണ് ജേക്കബ്സൺസ് ഓർഗൻ ആണ്. ഇനി അമീബയും ബാക്ടീരിയയും ഒക്കെ എടുത്താൽ എന്താണ്, അവ ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി അവിടെ ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ, നായയുടെയും പരുന്തിൻ്റെയും സംവേദനക്ഷമത താരതമ്യം ചെയ്യുക. അതായത് നായയ്ക്കും അതുപോലെ തന്നെ എന്താണ് പരുന്തിനുമുള്ള സെൻസറി കപ്പാസിറ്റി കമ്പയർ ചെയ്താൽ നായയുടെ പ്രത്യേകത എന്താ, നായയ്ക്ക് ഗന്ധഗ്രാഹികൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ എന്താണ്, വളരെ എന്താണ് മണം പിടിക്കാനുള്ള കഴിവ്, അതായത് സ്മെല്ല് സെൻസ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലുള്ള ജീവിയാണ് ആര്, നായ. അപ്പം നായയ്ക്ക് എന്താണ് ഗന്ധഗ്രാഹികൾ കൂടുതലായതുകൊണ്ട് തന്നെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലാണ്. പരുന്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് കാഴ്ചശക്തി കൂടിയ കണ്ണുകളാണ്. അതായത് അവർ വളരെ മുകളിലൂടെ പറന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോഴിക്കുഞ്ഞ് അങ്ങനത്തെ ഉള്ള സാധനത്തിലൊക്കെ പിടിച്ചിട്ട് പോകുന്ന കാണുന്നില്ല. അതെങ്ങനെയാണ്, വളരെ മുകളിൽ നിന്ന് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്താണ്, അവരുടെ ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാഴ്ചശക്തി എന്ന് പറയുന്നത് എന്താണ്, മറ്റ് ജീവികളെ അപേക്ഷിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷനാണ്. കാഴ്ചശക്തി വളരെ കൂടുതലായതുകൊണ്ട് വളരെ ദൂരെ നിന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാഴ്ചകളെ തിരിച്ചറിയാനും അതുവഴി എന്ത് ചെയ്യാനും ജീവികളെ ലൊക്കേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത പരുന്തിനുള്ളത് എന്താണ്, അൾട്രാ വയലറ്റ് രശ്മികളെ തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്, ഈ പറയുന്ന പരുന്തിനുണ്ട്. അൾട്രാ വയലറ്റ് രശ്മികളെ തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്, പരുന്തുണ്ട്. അപ്പം നായയുടെയും പരുന്തിൻ്റെയും രണ്ട് ഡിഫറൻ്റ് ആണ്. നായയ്ക്ക് എന്താണ് ഗന്ധഗ്രാഹികൾ കൂടുതലാണ്, അതുകൊണ്ട് എന്താണ് മണം തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ പരുന്തിന് കാഴ്ചശക്തി കൂടുതലാണ്. വളരെ ദൂരെ നിന്ന് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഇരയെ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ അതിന് പറ്റും. അതേപോലെ തന്നെ അൾട്രാ വയലറ്റ് കിരണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കും. ഇനി ചോദ്യം, ആൻറ്റിന എന്ന് പറയുന്നത് ഏത് ജീവിയുടെ അവയവമാണ്, എന്താണ് അതിൻ്റെ ധർമ്മം? നമ്മൾ ഷഡ്പദങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഷഡ്പദങ്ങളിൽ രണ്ടെണ്ണം പഠിക്കുന്നുണ്ട്. ഏതാ, ഒന്ന് ഒമാറ്റിഡിയം ആണ് അല്ലേ, ഒമാറ്റിഡിയം എന്ന് പറഞ്ഞാൽ തേനീച്ചയ്ക്കൊക്കെയാണ്. ഒമാറ്റിഡിയം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു അവയവമാണ് ഈ ഒമാറ്റിഡിയം എങ്കിൽ ഈ പറയുന്ന ഗന്ധവും സ്പർശവും ഒക്കെ തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നതാണ് ഏത്, ആൻറ്റിന എന്ന് പറയും. അതായത് അവരുടെ കൊമ്പ് പോലെ മിക്ക ഷഡ്പദങ്ങളും കാണില്ലേ, കൊമ്പ് പോലെ ഒരു സാധനം ഇരിക്കുന്നത്, അത് ശരിക്കും എന്താണ്, അവയ്ക്ക് ടച്ചസ് അഥവാ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പർശവും അതേപോലെ തന്നെ എന്താണ് സ്മെല്ലുകളും മനസ്സിലാക്കാനുള്ള ഒരു അവയവമാണ്. അപ്പം ആൻറ്റിന എന്ന് പറയുന്നത് ഏതിൻ്റെ അവയവമാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഷഡ്പദങ്ങളുടെ അഥവാ ഇൻസെക്റ്റുകളുടെ അവയവമാണ്. അത് എന്തിനാണ് സഹായിക്കുന്നത്, രണ്ട് കാര്യങ്ങൾക്ക് സഹായിക്കും. ഒന്ന് സ്മെല്ല് തിരിച്ചറിയാനും ഒന്ന് ടച്ച് സെൻസ് ചെയ്യാനുമാണ്. അഥവാ ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ ഷഡ്പദങ്ങളെ അഥവാ ഇൻസെക്റ്റുകളെ സഹായിക്കുന്ന അവരുടെ സെൻസറി ഓർഗനാണ് ഇത്,
എന്ന് പറയുന്നത് ആൻറ്റിന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ആ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയേണ്ട, ഒരു 2 തവണ വായിച്ചാൽ എന്ത് ചെയ്യാനുള്ളത് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹോർമോണുമായി ബന്ധപ്പെട്ടാണ്. അത് അത്യാവശ്യം നല്ലോണം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതൊരു അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളെല്ലാം കൂടെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 3rd ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറുകളെല്ലാം വരുന്ന ചാപ്റ്ററാണ് ഇത് 3rd ചാപ്റ്റർ. അതിൽ വരാൻ പറ്റുന്ന മാക്സിമം ഫിഗറുകളെ എന്ത് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേണം കണ്ണിൻ്റെ ഒക്കെ വേണമെങ്കിൽ വരയ്ക്കാൻ സാധ്യത വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അപ്ലോഡ് ചെയ്യാം. അതായത് ബ്രെയിൻ അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ എപ്പോഴും ചിത്രങ്ങൾ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി എന്താണ്, ആ ഹോർമോണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു നെക്സ്റ്റ് വീഡിയോ ലെങ്തി വീഡിയോ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഇതിനകത്താകുമ്പോഴത്തേക്കും കുറേ വീഡിയോ എന്തായി പോകും, ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ ഈ ചെയ്ത ചോദ്യങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് പഠിക്കുക, ചിത്രങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.